സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും നക്ഷത്രങ്ങൾ വാനിൽ വിരിയുന്ന ഈ വേളയിൽ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിന ടെക്നോ ലാബ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ബ്രീത്ത് ഈസി ആൻഡ് SBI. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി. താങ്ക് യു. ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഇടം പിടിച്ച അവർ ഗ്രാൻഡ് മാസ്റ്റർ സ്വാഗതം ചെയ്യുന്നു GS പ്രദീപ്. ഈ സ്റ്റാർ മരങ്ങളുടെ ഇലകളിൽ നിന്ന് മഞ്ഞു പൊഴിയുന്ന ഈ ക്രിസ്മസ് രാത്രിയിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർ പുതിയ പ്രതീക്ഷകളുമായി അവരുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്നു. ലോകത്തിൽ ഒപ്പം ജീവിക്കുന്ന സർവ്വ മനുഷ്യരുടെയും ഹൃദയത്തിൽ ആനന്ദവും സാഹോദര്യവും സമാധാനവും ഉണ്ടാകാനായി പ്രവർത്തിച്ച സമഗ്ര വിമോചനത്തിൻ്റെ ഏറ്റവും വലിയ പോരാളിയുടെ തിരുപ്പിറവിയുടെ ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. Wish you all a Merry Christmas and welcome to Unitaste Ashwamedham powered by Oxygen, the digital expert, Nish Kanyakumari, Yellow Cloud, Luminar, Milma in association with Pankaja Kasturi, Breathe Easy and SBI. ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ ഈ ആഹ്ലാദ നിർഭരമായ രാത്രിയിൽ നമ്മെ ഒരുപാട് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും വർത്തമാനം പറയാനും ഒപ്പം അറിവിൻ്റെ സഞ്ചാര വഴികളിൽ സഹയാത്രികയായി ഒപ്പമുണ്ടാകാനും ഒരു പ്രതിഭയുണ്ട്, ഒരു കലാകാരിയുണ്ട്. തൃശ്ശൂർ ജില്ലക്കാരിയാണ് എങ്കിലും കേരളത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് പടർന്ന പ്രശസ്തിക്ക് ഉടമയാണ്. നോക്കൂ, ഒരു മനുഷ്യൻ്റെ പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത് ചോദ്യങ്ങൾക്ക് മുന്നിൽ, അഭിമുഖങ്ങൾക്ക് മുന്നിൽ അമ്പരപ്പില്ലാതെ നിൽക്കുവാൻ കഴിയുന്ന ആർജവത്തിൻ്റെ കൂടി പേരിലാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരിൽ വിവിധ രൂപങ്ങളിൽ വിവിധ സ്വഭാവങ്ങളിലുള്ള ഇഷ്ടങ്ങൾക്ക് പാത്രമായ ആ കലാകാരിയെ നിറഞ്ഞ സ്നേഹത്തോടെ അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തെലുങ്ക് ഭാഷയിലെ ചലച്ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഈ കലാകാരിയുടെ ആക്ഷൻ രംഗങ്ങളുമൊക്കെ വളരെ വൈറലാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ നൽകുന്ന സൂചന ആരെക്കുറിച്ചാണ് എന്ന്. ഒരു ഔട്ട്സ്പോക്കണായ വ്യക്തിയാവുക എന്നതിനർത്ഥം ഹൃദയത്തിൽ അധികം മുഖംമൂടികൾ സൂക്ഷിക്കാതിരിക്കുക എന്നതുകൂടിയാണ് എന്ന് കരുതിക്കൊണ്ട് ആഹ്ലാദത്തോടെ സ്നേഹത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ പ്രിയങ്കരിയായ ക്രിസ്മസ് സ്പെഷ്യൽ ഗസ്റ്റ് ഗായത്രി സുരേഷ്. വാക്ക് ഇൻ പ്ലീസ്. ഗായത്രി, മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ് സർ. എൻ്റെ ഇൻട്രോ പറഞ്ഞില്ലേ, താങ്ക് യു സോ മച്ച് സർ. ഇറ്റ് വാസ് വെരി, എനിക്ക് ഭയങ്കര സന്തോഷമായി. സാധാരണ ഗായത്രി പങ്കെടുക്കാറുള്ള പല അഭിമുഖങ്ങളും ഞാൻ കണ്ടിരുന്നു. അതിലെല്ലാം ഈ ഗായത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ചില ഗൂഢ ലക്ഷ്യങ്ങൾ ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തമാശയാകാം, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ആകാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ഇല്ല. മറിച്ച് ഇവിടെ ഗായത്രി എന്ന വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട്, ഒരു കലാകാരിയോട്, ഞങ്ങളുടെ ഈ വിജ്ഞാനയാത്രയിൽ 25 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ വിജ്ഞാനയാത്രയിലെ ക്രിസ്മസ് സ്പെഷ്യൽ അതിഥിയായി വന്ന ഗായത്രിയോട് ആ അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടും ആദരവോടും കൂടിയുള്ള ഒരു വൈജ്ഞാനിക ഇടപെടലാണ്. ഗായത്രിയുടെ തെലുങ്ക് സിനിമകൾ 3 സിനിമകൾ ഗംഭീരമായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗായത്രി തന്നെയാണ് ഡബ് ചെയ്തത് എന്നുള്ളതാണ്. ഒരു സിനിമയിൽ സർ ഡബ് ചെയ്തത്. അതെ. പക്ഷേ ആ തെലുങ്കിൽ ഒരു തൃശ്ശൂർ സ്ലാങ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത. അത് വളരെ യാദൃശികമായിട്ട് സംഭവിച്ചത്. തെലുങ്ക് സിനിമ ആയതുകൊണ്ട് തന്നെ എന്തായാലും വേറെ ആളെ വെച്ചിട്ടാണല്ലോ ഡബ് ചെയ്യുക. അപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഡയലോഗ് പഠിച്ചിട്ട് എൻ്റെ ശൈലിയിൽ ആണ് പറയുക. അപ്പോൾ എനിക്ക് കൂടുതൽ ഇമോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ പിന്നെ പൈലറ്റ് ഡബ് ചെയ്യുന്ന സമയത്ത് പൈലറ്റ് കേട്ട് നോക്കിയപ്പോൾ മേ ബി അവർക്ക് ഇഷ്ടമായി ഉണ്ടാവും. വേറെ ആളെ വെച്ച് ചെയ്ത് നോക്കി, പക്ഷെ അത് വർക്കായില്ല. എന്നെ വെച്ചും ചെയ്ത് നോക്കി, വർക്കായി. അവർക്ക് ഇഷ്ടമായി ആ ഒരു സ്ലാങ്, ആ സ്റ്റൈൽ. അങ്ങനെ. ഗായത്രിയുടെ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ പഠിച്ചത് സ്കൂളിംഗ് ഭവൻസിലായിരുന്നു, തൃശ്ശൂർ. കോളേജ് വിമല കോളേജ്, തൃശ്ശൂർ. ആദ്യമായി കലാരംഗത്തേക്ക് കടന്നു വരുന്നത് ഞാൻ 2015 എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് സിനിമയിലുണ്ട്. അപ്പോൾ അദ്ദേഹം മധുരനാരങ്ങയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു.
ആ സമയത്ത് ജമുന പ്യാരിയിലേക്ക് ഹീറോയിൻസിനെ നോക്കണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു ആണ് എൻ്റെ ഫോട്ടോ ചാക്കോച്ചിന് കാണിച്ചു കൊടുക്കണേ. അങ്ങനെ അവർ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അത് കേരളത്തിന് പുറത്തും ചിത്രീകരണം നടന്ന സിനിമയാണ്. അതെ, യെസ്. പഴനി ഈസ് ഔട്ട് അല്ലേ? അതെ അതെ. തെലുങ്കിൽ ആരുടെയൊക്കെ സിനിമകളാണ്? 2 നവീൻ ചന്ദ്ര, പിന്നെ 1 സന്ദീപ് മാധവ്. ഒരു പാട്ട് പാടോ തെലുങ്ക്? തെലുങ്കിലോ? ഓ സർ, തെലുങ്കിൽ പാട്ട് പാടാൻ പറഞ്ഞാൽ എൻ്റെ സിനിമയിലത്തെ പാട്ട് തന്നെ. പിന്നെന്താ? ഓക്കെ. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കാർക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ. ഓക്കെ, ശരി. ശ്രീമാൻ മഹാരാജ പ്രിയമൈന പ്രിയുടാ മനമേ വിനവാ മനസൈന സഗുടാ. ശ്രീമാൻ മഹാരാജ പ്രിയമൈന പ്രിയുടാ മനവേ വിനവാ മനസൈന സഗുടാ. ഈ ഇത്ര മിടുക്കിയായ ഗായത്രിയെ ഈ ട്രോളന്മാർ എന്തുകൊണ്ടാണ് അവരുടെ ടാർഗറ്റ് ആക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എനിക്ക് ട്രോൾ ചെയ്യണേല് ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ. അത് രസമാണ്. രസമാണെന്നല്ല, ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ. എന്താ വെച്ചാൽ നമ്മൾ അതൊരു ഹാബിറ്റായി ഞാൻ ഇതായിട്ട് പൊരുത്തപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ ഒരു വ്യക്തിയോട് ഒരാൾ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കാൻ തോന്നിയാൽ ആരെ തിരഞ്ഞെടുക്കും എന്ന് ചോദിക്കുമ്പോൾ വളരെ സത്യസന്ധമായി പറഞ്ഞൊരു ഉത്തരമാണ്, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രണവ് മോഹൻലാലിനെയാണ് എന്നുള്ള ഗായത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. എനിക്കതിനകത്ത് ഒരു അപാകതയും തോന്നിയില്ല. എനിക്കതിനകത്ത് ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റ് ആരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പൂർണ്ണം വിശ്വനാഥനാണ്, ചിത്രത്തിൽ രഞ്ജിനിയുടെ അച്ഛനായി അഭിനയിച്ച ആളിൽ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇന്ത്യ സ്വതന്ത്രമായ വാർത്ത ആദ്യമായി റേഡിയോയിലൂടെ ലോകത്തെ അറിയിക്കാനുള്ള അവസരം കിട്ടിയത് അദ്ദേഹത്തിനാണ്. അതൊരു വലിയ മൊമെൻ്റാണ്. അങ്ങനെ എനിക്ക് അസൂയ തോന്നി. അതുപോലെയാണ് നിങ്ങൾക്ക് ആരോടാണ് നിങ്ങൾക്കൊരു ക്രഷ് ഉള്ളത്, നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പ്രണവ് മോഹൻലാലിനെയാണ് ഇഷ്ടം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അത് പറഞ്ഞതിൽ എന്താ ആളുകൾ ട്രോൾ ചെയ്യാനുള്ളത്? എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി സർ, ഞാൻ വളരെ നാടകീയമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള അത് ഞാൻ ആസ് വി മൂവ് ഫോർവേഡ് നമ്മൾ കുറച്ചുകൂടി വരുന്നാണോ? അല്ല, നമ്മൾ കുറച്ചുകൂടി നമ്മുടെ കറക്ഷൻസ് വരുത്തും നമ്മുടെ ബിഹേവിയറിലും എല്ലാത്തിലും. അപ്പോൾ മേ ബി അതുകൊണ്ട് വരുന്ന ചേഞ്ചസ് ആയിരിക്കാം. എനിക്ക് എങ്ങനെയാണോ ഞാൻ അങ്ങനെ പ്രസന്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഓഫ് കോഴ്സ്, യെസ്. പക്ഷെ ആദ്യം അശ്വമേധം കാണുമ്പോൾ ഗായത്രി തീരെ ചെറിയൊരു കുട്ടിയായിരുന്നു. ഗായത്രി, അശ്വമേധത്തിൽ ആദ്യം ഒരു ചെറിയ കടമ്പയുണ്ട്, അതൊന്ന് താണ്ടണം. പക്ഷെ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഗായത്രിക്ക് പരിചയമുള്ള ഒരാളിനെ കുറിച്ചാണ് ഞാൻ സൂചന തരുന്നത്. എസ് ഓർ നോ എന്നുമല്ല, കൃത്യമായ സൂചനകൾ തരും. 5 സൂചനകൾ വരെ തരും. ക്രിസ്മസ് ആയതുകൊണ്ട് ചിലപ്പോൾ 6ാമതൊരു സൂചനയും തന്നിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിൽ ആരൊക്കെയുള്ള? അച്ഛനമ്മ അനിയത്തി. അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ KM സുരേഷ് കുമാർ, അമ്മ രേഖ സുരേഷ്. ഞാൻ ഗായത്രിയുടെ കുറേ ഇൻ്റർവ്യൂ കണ്ടു, ഗായത്രിയാണ് അതിഥി എന്നറിഞ്ഞപ്പോൾ. പക്ഷെ ഒരു ഇൻ്റർവ്യൂവിലും ആരും ഗായത്രിയുടെ അച്ഛനെയും അമ്മയും കുറിച്ചൊന്നും ചോദിച്ച് കേട്ടില്ല. എനിക്ക് അപ്പോൾ വലിയ വിഷമം തോന്നി. ഗായത്രിയെ കുറിച്ച് അറിയാനാണ് ഞാൻ കണ്ടത്, അപ്പോൾ ഇതൊക്കെ അറിയാൻ പറ്റുന്നില്ലല്ലോ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഒരു മെഡിക്കൽ കമ്പനിയാണ്, ജെൻ ബയോടെക് എന്ന് പറഞ്ഞിട്ട്. അമ്മ പാർമേക്ക വിദ്യാമന്ദിറിലെ KG ഹെഡ് മിസ്ട്രസ് ആണ്. അനിയത്തി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. അധ്യാപികയുടെ മകളാണ്. താങ്ക് യു. അനിയത്തിയുടെ പേരെന്താ? കല്യാണി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഗായത്രി സുരേഷ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവിധങ്ങളായ രൂപത്തിലുള്ള അഭിമുഖങ്ങളിലൂടെ നിങ്ങൾക്ക് ഏറെ പരിചിതയാണ് ഗായത്രി. മലയാളത്തിൽ ജമുന പ്യാരിയിൽ അഭിനയിച്ചു തുടങ്ങിയ ഗായത്രി തെലുങ്കിൽ അഭിനയിക്കുക മാത്രമല്ല, സ്വന്തം കഥാപാത്രത്തിന് ഡബ് ചെയ്യുകയും ചെയ്തു. ഒരു മലയാളി തെലുങ്കിൽ ഡബ് ചെയ്യുക എന്നതൊന്നും അത്ര ഈ തമാശയ്ക്ക് ട്രോളുകൾ ഉണ്ടാക്കി കളിയാക്കുന്നവർക്ക് തോന്നുന്നത് പോലെ അത്ര അനായാസമായ ഒരു കാര്യമൊന്നുമല്ല. ഒരു അന്യഭാഷയിൽ ഡബ് ചെയ്യുക, അത് ലിപ്സിങ് ചെയ്തുകൊണ്ട് കൃത്യമായി ആ വാക്കുകൾ പറയുക എന്നതൊക്കെ അസാധാരണമായ കഠിനാധ്വാനം വേണ്ട ഒരു സമർപ്പണം തന്നെയാണ്. അഭിനന്ദനങ്ങൾ ഗായത്രി. ഒപ്പം സ്വാഗതം ആദ്യ സെഗ്മെന്റിലേക്ക്. ഗായത്രി സുരേഷിനോടൊപ്പം കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ഗായത്രി കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള
ആദ്യത്തെ സൂചന ഇതാണ്. 1999 ടൈം മാഗസിൻ സൗത്ത് ഏഷ്യൻ ഓഫ് ദ ഇയർ ആയി ഇദ്ദേഹത്തെയാണ് പ്രഖ്യാപിച്ചത്. എനി ഐഡിയ? അടുത്ത സൂചന തരട്ടെ. 2017 നേതൃത്വ ഗുണത്തിനുള്ള ഗോൾഡൻ പീകോക്ക് അവാർഡ്, 2000 കെല്ലോഗ് സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ ഓണററി ഫെലോഷിപ്പും ലഭിച്ചു അദ്ദേഹത്തിന്. ഗായത്രിക്ക് അറിയാം ആളിനെ. ഈ സൂചനകൾ ചിലപ്പോൾ അറിയണമെന്നില്ല, പക്ഷെ ആളിനെ അറിയാം. പോകെ പോകെ മനസ്സിലാവും. അടുത്ത സൂചന റാണ ദഗുബാട്ടി, ശ്രീ തേജ്. ഈ രണ്ട് നടന്മാരും ഗായത്രി കണ്ടെത്തേണ്ട വ്യക്തിയായി വേഷമിട്ടിട്ടുണ്ട്. അടുത്ത സൂചന ഇന്ത്യ ടുഡേ IT ഇന്ത്യൻ ഓഫ് ദ മില്ലനിയമായി ഇദ്ദേഹത്തെയാണ് പ്രഖ്യാപിച്ചത്. IT ഇന്ത്യൻ ഓഫ് ദ മില്ലനിയം, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ദ ഇന്ത്യൻ ഓഫ് ദ മില്ലനിയമായി ഇന്ത്യ ടുഡേ പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തെയാണ്. അഞ്ചാമത്തെ സൂചന തെലുങ്ക് സിനിമ ആയതുകൊണ്ടാണ്. 1950 ഏപ്രിൽ 20 ആന്ധ്രാപ്രദേശിലെ നരവരിപ്പള്ളിയിൽ ജനിച്ച ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒപ്പമുണ്ട് നര ഭുവനേശ്വരി. മിനിസ്റ്ററാണോ സർ? മിനിസ്റ്ററാണ്. അതുക്കും മേലെ. അത് ഗായത്രി പറഞ്ഞതാണ് കേട്ടോ. ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഗായത്രിയോട് എന്താണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്നോ മറ്റോ ചോദിച്ചപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതുക്കും മേലെ. ചന്ദ്രബാബു നായിഡു. കറക്റ്റ്, ചന്ദ്രബാബു നായിഡു. തെലുങ്ക് ഇൻഡസ്ട്രിയിലായതുകൊണ്ടാണ് ഞാൻ ഏറ്റവും എളുപ്പമാകണം ഗായത്രിക്ക് എന്നുള്ളത് കൊണ്ടാണ് അവിടുത്തെ CM തന്നെ വിചാരിച്ചത്. അപ്പോൾ ചന്ദ്രബാബു നായിഡു ശരിയായ ഉത്തരമാണ്. ഗായത്രി, ഈ മത്സരത്തിൽ അശ്വമേധത്തിൽ മത്സരിക്കാൻ ഗായത്രി യോഗ്യത നേടുന്നു. നോക്കൂ, ഇത് ചന്ദ്രബാബു നായിഡു എളുപ്പമാണെങ്കിലും ആ സൂചനകളൊന്നും എത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ നടന്മാരെ കാണാം നമുക്ക്. ഒന്ന് ശ്രീതേജിനെയും റാണയെയും. എനിക്ക് തോന്നി ഇവർ ഇൻകാർണേറ്റ് ചെയ്തു, ഇവർ അദ്ദേഹമായി രൂപമാറ്റം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ചന്ദ്രബാബു നായിഡു വരുമെന്ന് ഞാൻ കരുതി. ഞാൻ കണ്ടിട്ടില്ല സർ. ആണല്ലേ? ഈ സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. NTR കഥാനായകി എന്ന സിനിമയിലാണ് ഒന്ന്. 2 സിനിമകളിൽ ഇവര് ചന്ദ്രബാബു നായിഡുവായി അഭിനയിച്ചു. ചന്ദ്രബാബു നായിഡു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വലിയൊരു എന്താ പറയുക പ്രൊമോട്ടറായിരുന്നു. ഹൈദരാബാദിനെ ഒരു IT സിറ്റിയാക്കി മാറ്റിയ ആളാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ടുഡേ IT മാൻ ഓഫ് ദ മില്ലനിയം, IT ഇന്ത്യൻ ഓഫ് ദ മില്ലനിയം ആയി അദ്ദേഹത്തെ, ഒരു സഹസ്രാബ്ദത്തിൻ്റെ IT മാനായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു, ഡോക്ടറേറ്റ് നൽകി, ഫെലോഷിപ്പ് നൽകി. അദ്ദേഹം ഒരു വലിയ വിഷണറിയാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ഈ ക്രിസ്മസ് എപ്പിസോഡിൽ അശ്വമേധം കളിക്കാൻ ഗായത്രി സുരേഷ് അർഹത നേടിയിരിക്കുന്നു. അനീഷ പ്ലീസ്. അനീഷയെ നേരത്തെ പരിചയമുണ്ടോ ഗായത്രിക്ക്? ഇല്ല, ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ്. ആണോ? ഭാഗ്യം. അയ്യോ, കാർഡ് തരും. ഓ ശരി. ഞങ്ങളൊക്കെ നേരത്തെ പരിചയപ്പെട്ടതിൽ വിഷമിച്ചിരിക്കുക. അപ്പോൾ ഗായത്രി, ശ്രീ ജോ ആന്റണി, ഗായത്രി സുരേഷ് വിചാരിച്ച പേര് അംഗീകരിക്കുന്നു? അംഗീകരിക്കുന്നു. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട രസകരമായി കാര്യങ്ങൾ പറയുന്ന ഗായത്രിയോടൊപ്പം യാഗം. ചോദ്യങ്ങൾ മലയാളത്തിൽ വേണ്ട, ఇంగ్లీష్. హియర్ కమ్ మై ఫస్ట్ క్వశ్చన్. మీ మనసులో దాగి ఉన్న వ్యక్తి ఒక పురుషుడా? అవును. వారు జీవించి ఉన్నారా? లేదు. 1950 తర్వాత మరణించారా? 1950 తర్వాత మరణించారా? డెత్ ఆఫ్టర్ 1950. yes of course. సహజ మరణమా? means natural death. natural death.
రాజకీయం కళా సాహిత్యం దీనిలొకటియ ప్రముఖమైన ప్రసక్తి. కాదు. క్రీడారంగం. ക്രീഡാരംഗം രണ്ടുപേരും അല്ലെങ്കിൽ അതിനൊരു ബ്ലാങ്കറ്റ് അപ്രൂവൽ എല്ലാ ചോദ്യങ്ങൾക്കും തന്നുകൊണ്ടിരിക്കേണ്ടി വരും. ശരി. രാജകീയം കലാസാഹിത്യം എന്നാൽ രാഷ്ട്രീയം കലാ സാഹിത്യം അതിലൊന്നാണോ പ്രധാന പ്രശസ്തി എന്നാണ്. കാതു എന്നാൽ നോ എന്നാണ്. ക്രീഡാരംഗം എന്നാണ് ഞാൻ ആറാമത് ചോദിച്ചത്. ക്രീഡാരംഗം എന്നാൽ സ്പോർട്സ് కాదు. അല്ല. റിലീജിയസ്. అవును. ദക്ഷിണ ഭാരതീയുടെ അല്ല ആ സൗത്ത് ഇന്ത്യ. కాదు కాదు കാതു. కాదు. ദക്ഷിണ ഭാരതീയുടെ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ആണ്. ഞാൻ ഈ 1950 തറവാട് മരണിച്ചാര എന്നുള്ളതിന് യെസ് പറഞ്ഞത് ശരിയാണോ? ഡെത്ത് ആഫ്റ്റർ 1950 ശരിയാണോ? അതെ അതെ. പിന്നെ ആണ്. അതുപോലെ സഹജ മരണമാ നാച്ചുറൽ ഡെത്ത് ആണോ? അതേ എന്നാണ് പറഞ്ഞത്. അതെ. അപ്പം ധീരേന്ദ്ര ബ്രഹ്മചാരിയെ പോലെ പ്ലെയിൻ ക്രാഷ് ഒന്നും അല്ല. നാച്ചുറൽ അതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു. ഇനി അതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല. 2000 തറവാട് മരണിച്ചാര కాదు. അല്ല. അതിന് മുമ്പ് 1980 തറവാട് മരണിച്ചാര. అవును. 1980-നും 2000-നും മധ്യത്തിൽ മരിച്ച ദക്ഷിണ ഭാരതീയനല്ലാത്ത ഇന്ത്യക്കാരനായ റിലീജിയസ് ആയ ഒരു വ്യക്തിയെയാണ് ഗായത്രി മനസ്സിൽ വിചാരിച്ചത്. പ്രേക്ഷകരുടെ അറിവിലേക്ക് ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം. ഞാൻ ആദ്യം ചോദിച്ചത് പുരുഷനാണോ, ജീവിച്ചിരിപ്പുണ്ടോ, രാഷ്ട്രീയം കലാസാഹിത്യം ഇതിലൊന്നാണോ, സ്പോർട്സാണോ, മതപരമാണോ, ആത്മീയമാണോ, സാധാരണഗതിയിലുള്ള മരണമാണോ, സൗത്ത് ഇന്ത്യനാണോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അതിന് ഗായത്രി പറഞ്ഞ ഉത്തരങ്ങളെ ഞാൻ നിങ്ങൾക്ക് ക്രോഡീകരിച്ച് നൽകുകയും ചെയ്തു. അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടക്കാം. യജ്ഞം. ഈ തെലുങ്ക് അല്ലാതെ മറ്റേതൊക്കെ സിനിമയിൽ അഭിനയിച്ചു? പിന്നെ മലയാളം തെലുങ്കും അത്രേ ഉള്ളൂ. തമിഴിൽ പോയില്ല? തമിഴ് ഞാൻ ചെയ്തു സർ, പക്ഷെ അത് ഇറങ്ങിയില്ല. അപ്പോൾ 11 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ തമിഴാക്കിയാലോ? ആയിക്കോട്ടെ. അല്ലേ? യെസ്. ആമാ. അവരത് പെരുമൈ ഇന്ത്യക്കുള്ളിൽ താനായിരുന്നത് അല്ലേ? വെളിനാട്ടിലും? വെളിനാട്ടിലും ഇരുന്നത്. മഹാരാഷ്ട്ര? അല്ലേ? നോ. അല്ലാതെ ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി കൊടുക്കും. This particular person has centered his activities in Maharashtra. ആമാ. ആണോ? അവരത് ഓട്ടോബയോഗ്രഫിയുടെ പേര് ഓട്ടോബയോഗ്രഫി ഓഫ് എൻ ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്നത് തന്നെ. Whether the name of his autobiography is titled as The Autobiography of an Incorrect Spiritual. അല്ല ഇതാന്ന് நினைக்கிறேன் சார். അല്ലേ? അല്ലേ? வேணா செக் பண்ணுங்க. எங்க அச்சம் இல்லாதிருக்குமோ அங்க அன்பு வரும் என்ன அவர் சொல்லிட்டு இருக்கிறதா? Where there is no fear there love originates. Yeah. அப்படியெல்லாம் அப்படி மாதிரி சொல்லியிருக்கு. அவர் அவங்களுக்கு உயிருக்காக ஒரு விபத்துக்கு அட்டெம்ப்റ്റുകൾ മുയற்சிகள் ഇരുന്നത്. എന്താണ്? അല്ല, അവിടെ അല്ല. ഞാൻ ഈ കാണുന്ന പ്രേക്ഷകരോട് പറഞ്ഞതാ. സോറി. അതെ, ഒരു തമാശയ്ക്ക് ചെയ്തു പോയതാ. മാപ്പ്. തെറി വിളിച്ചു തുടങ്ങി പ്രേക്ഷകരെ. ഓക്കെ. ഇത് മലയാളം പരിപാടിയാണെന്ന് വിചാരിച്ചാണ് നമ്മൾ കാണാനിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ട്രോളാനൊരു കാരണം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. സർ, ഇനി ആ ചോദ്യത്തിലേക്ക്, ഞാൻ തൊട്ട് മുൻപ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്ന് ചെക്ക് ചെയ്യാമോ? ഓട്ടോബയോഗ്രഫി ഓഫ് എൻ ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ പുസ്തകം? യെസ്, ഉണ്ട്. ഹി വാസ് നെവർ ബോൺ ആൻഡ് ഹി നെവർ ഡൈഡ്. ഹി ജസ്റ്റ് വിസിറ്റഡ് ദ പ്ലാനറ്റ് എർത്ത് എന്ന് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ, ഉറപ്പിക്കേണ്ട, തെറ്റ് പറയണ്ട. യെസ്. കെമിക്കൽ പോയിസണിങ്ങിലൂടെ വധശ്രമത്തിന് വിധേയനായി എന്ന് പിന്നീട് രേഖപ്പെടുത്തിയ ഒരു ജീവിതമാണത്. അസാമാന്യമായ ഉൾക്കാഴ്ചയോടുകൂടി കാലത്തിന് മുൻപേ ജീവിച്ച ഒരു മനുഷ്യനാണത്.
മനുഷ്യൻ എന്നത് നിരന്തരമായ ആത്മസ്വാതന്ത്ര്യത്തിൻ്റെ അടയാളപ്പെടുത്തലിൻ്റെ ഉടമകളാകണം എന്ന് പ്രചോദിപ്പിച്ച ഒരു വിജ്ഞാനിയാണത്. ഒരുപക്ഷെ ഈ വർത്തമാനകാലത്തിൽ മോട്ടിവേറ്റർമാരുടെയും ഇൻസ്പിറേഷണൽ സ്പീക്കേഴ്സിൻ്റെയും യൂട്യൂബ് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള മെൻറ്റർമാരെയും തട്ടി നടക്കാൻ കഴിയാത്തത്ര തിരക്കുള്ള ഈ കാലത്തിനൊക്കെ വളരെ മുൻപ് ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ആത്മചൈതന്യത്തിൻ്റെ കൃത്യതയാർന്ന മോട്ടിവേഷനുകൾ പകർന്നു കൊടുത്ത ഒരു ധിഷണാശാലിയാണത്. ജനിച്ചില്ല, മരിച്ചില്ല, ഈ ഗ്രഹം സന്ദർശിച്ചത് മാത്രമാണ് എന്ന് കല്ലറയിൽ എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്നാണ്. ഒരു ഇൻകറക്റ്റ് സ്പിരിച്വൽ എന്ന് സ്വയം വിശേഷിപ്പിക്കാനുള്ള ആർജവമുള്ള മനുഷ്യൻ കൂടിയാണത്. കാതലുള്ള ഒരു കലാപകാരിയാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയും അദ്ദേഹത്തിൻ്റെ റെക്കോർഡഡായ മുൻകാല പ്രസംഗങ്ങളിലൂടെയും ഞാനടങ്ങുന്ന ഒരുപാട് ആളുകൾ വല്ലാതെ കണ്ട് ആരാധിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഓഷോ രജനീഷാണ് മനസ്സിൽ, അല്ലേ? രജനീഷ് ചന്ദ്രമോഹൻ ജെയിൻ, ഭഗവാൻ രജനീഷ് എന്നും പിന്നീട് ഓഷോ എന്നും അറിയപ്പെട്ടിരുന്ന ഭാരതീയനായ ആത്മീയ ഗുരു. വിവാദമായി മാറിയ ഓഷോ രജനീഷ് മതാശ്രമങ്ങളുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ പ്രസിദ്ധനായിരുന്നു. ഇന്ത്യയിലും അമേരിക്കയിലുമായി ജീവിച്ചിരുന്ന രജനീഷ് അല്പകാലം ഫിലോസഫി പ്രൊഫസറായി ജോലി ചെയ്തിട്ടുണ്ട്. ആത്മീയമായ വെളിപാടുണ്ടായതിനു ശേഷം ഭാരതീയ താന്ത്രിക വിദ്യയെ ആസ്പദമാക്കി ആശ്രമ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നിരവധി പേരെ ശിഷ്യരായി സ്വീകരിക്കുകയും ചെയ്തു. ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവർ നിരവധിയാണ്. ഇതൊരു ക്രിസ്മസ് എപ്പിസോഡാണ്. ക്രിസ്മസ് എപ്പിസോഡായതുകൊണ്ട് തന്നെ സാധാരണ മത്സരാർത്ഥികൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക റൈറ്റ് ഗായത്രിക്ക് നൽകുന്നു. ആ റൈറ്റ് എന്ന് പറയുന്നത് ഗായത്രിക്ക് ഒരാളിനെ കൂടി മനസ്സിൽ വിചാരിക്കാനുള്ള അവസരമാണ്. ഉണ്ട് സർ, ഞാൻ ഒരാളെയും കൂടി വിചാരിച്ചു. ഒന്ന് പറഞ്ഞോളൂ. ഗായത്രി സുരേഷ് മറ്റൊരാളിൻ്റെ പേര് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ആൻഡ് യു ഗോട്ട് ഇറ്റ് അപ്രൂവ്ഡ്, ഐ ഹോപ്പ്. യെസ്. വെൽക്കം ബാക്ക്. അശ്വമേധത്തിലേക്ക് ഇടവേളയ്ക്ക് ശേഷം ഇതാ നമ്മൾ വീണ്ടും തിരിച്ചെത്തുകയായി. ഗായത്രി, വീണ്ടും ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. ഇന്ത്യൻ? ജീവിച്ചിരിപ്പുണ്ടോ? ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അല്ല. അമേരിക്കൻ കോണ്ടിനെന്റ്സ്? യെസ്. USA? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്? അല്ല. മതപരം, ആത്മീയം? ആക്ച്വലി സർ സയൻസ് പറയാം. സയൻസ് എന്ന് പറയാം. സയൻസ് ആൻഡ് ആത്മീയം ടുഗെദർ. രണ്ടും ചേർന്നതാണ്. മെഡിക്കൽ സയൻസ്, മെഡിക്കൽ റിലേറ്റഡ് ആണ്? അല്ല. അല്ല. ആണെന്നോ അല്ലെന്നോ? അല്ല. അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. ആത്മീയ പ്രവർത്തനമുള്ള ഒരാൾക്ക് എന്നാൽ ശാസ്ത്രവുമായി ബന്ധമുള്ള ഒരാളാണ്. സയൻസ് കണക്റ്റഡ് വിത്ത് ആത്മീയം. തിയോളജിക്കൽ സയൻസ്, ഒരു തിയോളജിസ്റ്റ്. തിയോളജി മീൻസ് ദൈവശാസ്ത്രം. ദൈവശാസ്ത്രം, യെസ്. യാ. ഒരു ബിബ്ലിക്കൽ എക്സ്പെർട്ട്. യാ. അദ്ദേഹം ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ അങ്ങനെ വലുതും? ഇല്ല. ഹാസ് ഹി വിസിറ്റഡ് ഇന്ത്യ? ഇല്ല. ഇല്ല. ഒരു സ്പീക്കർ കൂടിയാണോ അദ്ദേഹം? ഒരു പ്രീച്ചർ കൂടിയാണ്? അതെ. 10,000-ങ്ങളെ ഇളക്കിമറിക്കുന്ന ഒരു പ്രസംഗകൻ കൂടിയാണോ എന്നാണ് ചോദ്യം. അതെ. ആണ്.
അതായത് ഓൺ സ്റ്റേജസ് അല്ല ഞാൻ പറയണേ. സ്റ്റേജ് ആകണമെന്നില്ല, ചർച്ചുകളിലാകാം അല്ലെങ്കിൽ വലിയ സ്റ്റേഡിയങ്ങളിലാകാം. നോ ഇല്ല. നോ, അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ സയൻസ് ദൈവശാസ്ത്രം തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ. പ്രശസ്തമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ അദ്ദേഹം? ഉണ്ട്. 16 ചോദ്യങ്ങൾ രാജസൂയം. ബെസ്റ്റ് സെല്ലറായി മാറിയ ഏതെങ്കിലും പുസ്തകത്തിൻ്റെ ഓതറാണോ അദ്ദേഹം? അതെ. ആണ്. അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. USA തന്നെയാണോ രാജ്യം? അതെ. ഇല്ല ഗായത്രി, പറയൂ. പറയട്ടെ. കൺഗ്രാറ്റ്സ്, പറയൂ. ആരെയാ വിചാരിച്ച ഗായത്രി? RJ സ്പിന. RJ സ്പിന. യെസ്. പറയൂ അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം 2016 അദ്ദേഹം പെർമനൻ്റ്ലി പാരലൈസ്ഡ് ആയി ഫ്രം ചെസ്റ്റ് ഡൗൺ. ഡോക്ടേഴ്സ് പറഞ്ഞു 48 hours ജീവിക്കുള്ളൂ, ഇനി ഒരിക്കലും ജീവിച്ചാൽ തന്നെ ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആള് പറഞ്ഞു 100 days ഞാൻ എന്നെ ഹീൽ ചെയ്യും, എന്നിട്ട് ഞാൻ നടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. വിത്ത് എന്താ പറയുക, ആളുടെ മൈൻഡിൻ്റെ പവർ വെച്ചിട്ട്. ആൻഡ് 100 days അദ്ദേഹം നടന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം സ്പീക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. 3 ബുക്സ് എഴുതി. അപ്പോൾ ആളുടെ സ്പീച്ച് ഞാൻ ഭയങ്കരമായിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ആളുടെ. പക്ഷെ അങ്ങനെ ഒരുപാട് പേരില്ലേ? പക്ഷെ അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അതെ. ഒരു മിറാക്കിൾ. യെസ്. RJ സ്പിന, അമേരിക്കൻ എഴുത്തുകാരൻ, ആത്മീയ അധ്യാപകൻ, സ്വയം രോഗശാന്തി എന്ന സങ്കല്പത്തിന്റെ വക്താവ്. നെഞ്ചിന് കീഴ്പോട്ട് ശരീരം തളർന്നുപോയ ശാരീരിക അവസ്ഥയിൽ നിന്നും നിരന്തരമായ ധ്യാനം, സ്വത്വബോധം, ആത്മീയ പരിശീലനങ്ങൾ എന്നിവയിലൂടെ തന്റെ ഗുരുതരമായ ആരോഗ്യ വെല്ലുവിളികളെ അതിജീവിച്ചതിനു ശേഷം സെൽഫ് ഹീലിംഗുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയിലൂടെ പ്രശസ്തനായി സൂപ്പർ ചാർജ്ഡ് സെൽഫ് ഹീലിംഗ് എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ രീതികളെ പ്രതിപാദിക്കുന്നു. സംഭവമാണ്. സന്തോഷമായോ? ഓ, ഓഫ് കോഴ്സ്. ഇനി പറയൂ, ഈ ക്രിസ്മസിന് ശേഷം എന്തൊക്കെയാ പ്ലാൻസ്? ക്രിസ്മസിന് ശേഷം നല്ല സിനിമകൾ വന്നാൽ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ സിനിമ മാത്രമല്ലാതെ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും തുടങ്ങണം, ബിസിനസ്സോ. എന്ത് ടൈപ്പ് ബിസിനസ്സാ? എനിക്ക് ഫാഷൻ ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് എനിക്ക് താല്പര്യമുണ്ട്. എങ്ങനെ എന്തെങ്കിലും എൻ്റേതായിട്ടുള്ള. മാരേജ് പ്ലാൻസ്? മാരേജ് പ്ലാൻസ് ഇസ് ഓപ്പൺ ടു മാരേജ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട് ദാറ്റ് വെരി വെൽ. അപ്പോൾ വളരെ സജീവമായി കലാരംഗത്ത് തുടരുക, യെസ്. നല്ല വെഞ്ചേഴ്സ് ആരംഭിക്കുക. ക്രിസ്മസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ വിമോചനത്തിൻ്റെയും പുതിയ ആരംഭങ്ങളുടെയും ഒക്കെ കാരണമാകും, അല്ലേ? ഗായത്രിക്ക് ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസുകൾ, പോസിറ്റീവ് റിയാക്ഷൻസ് കിട്ടാൻ ഈ എപ്പിസോഡ് കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, ഒരു ക്രിസ്മസ് എപ്പിസോഡിൽ അതിഥിയായി എത്തിയ ഗായത്രി സുരേഷ് മനസ്സിൽ വിചാരിച്ചത് ഒന്ന്, ആധ്യാത്മികതയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഓഷോ രജനീഷ് എന്ന എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെയായ ഒരു ആധ്യാത്മിക പ്രതിഭയെയാണ്. രണ്ടാമതാകട്ടെ, ജീവിതത്തിൽ അത്ഭുതകരമായ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവിലൂടെ പൂർണ്ണമായി നഷ്ടമായി എന്ന് കരുതിയ നിമിഷത്തിൽ നിന്നും ജീവിതം തിരിച്ചുപിടിച്ച RJ സ്പിന എന്ന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിതമാണ് ഗായത്രി നമ്മുടെ മുന്നിൽ വെച്ചത്. 2 എക്സ്ട്രീംലി വ്യത്യസ്തങ്ങളായ 2 ഭൂഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് നടന്നെത്തിയ 2 കാരണങ്ങളാലെങ്കിലും നടന്നെത്തിയ 2 പേരെ ഈ വേദിയിൽ മനസ്സിലോർമ്മിച്ച് അതിന് കൃത്യമായി തെലുങ്കിലും തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ തെറ്റില്ലാതെ ഉത്തരം പറയുകയും ഈ മത്സരത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്ത ഗായത്രി സുരേഷ് ഈ അധ്യായത്തിന് ശേഷം കേരളത്തിലെ പ്രേക്ഷകരുടെ മനസ്സിൽ കൂടുതൽ മികച്ച രീതിയിൽ, കൂടുതൽ മനോഹരമായ രീതിയിൽ പ്ലേസ്ഡ് ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. തമാശയാണ്, തമാശകളൊക്കെ പറയാം, കളിയാക്കാം. ഒപ്പം ഈ പ്രതിഭകളെയൊക്കെ തമാശകളിലൂടെ കളിയാക്കുമ്പോൾ അത്
അവരെ വളർത്തുന്നതിന് വേണ്ടിയുള്ള രസകരമായ തമാശകളാണ് എന്ന ഓർമ്മ ഏവർക്കും ഉണ്ടാകണം എന്ന് സൂക്ഷ്മതയോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവരെ വളർത്തുക എന്നതാകണം മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വെൽ ഡൺ ഗായത്രി. അനീഷ പ്ലീസ്. കൈരളി നൽകുന്ന അശ്വമേധത്തിൻ്റെ സ്നേഹോപഹാരം. ഈ സ്നേഹോപഹാരം ഗായത്രിക്ക് ഇപ്പോൾ ഗായത്രി ആർജിച്ചെടുത്ത വാക്കുകൾ അളന്ന് ഉപയോഗിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവിന് കൂടുതൽ തെളിച്ചമുണ്ടാക്കട്ടെ. കൂടുതൽ ക്രിയാത്മകമായി അളന്ന് ചിന്തയെയും വാക്കുകളെയും ഉപയോഗിച്ച് ഒരു മികച്ച വ്യക്തിത്വമായി വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റിസൺസ് ഓഫ് ദ നേഷനായി മാറാൻ ഗായത്രിക്ക് കഴിയട്ടെ. താങ്ക് യു സർ. താങ്ക് യു. ഇത് മിൽമ നൽകുന്ന മറ്റൊരു സ്നേഹോപഹാരമാണ്. Anisha Karun's Costume and Ornaments Courtesy, Inspire Bridal Studio and Unisex Saloon, Karamana, Trivandrum.